നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരുങ്ങിയ സമാധാന കരാർ കീറിയെറിഞ്ഞ് യുദ്ധം തന്നെയെന്ന് പ്രഖ്യാപിച്ച് ലബനനിൽ അതിമാരക ആക്രമണം നടത്തി ഇസ്രയേൽ സൈന്യം. ലബനനും ഇസ്രയേലും തമ്മിൽ ഒരു സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരുന്നു അമേരിക്ക. അതായത് ഇറാന്റെ നിർദ്ദേശമായിരുന്നു ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു കരാറിലേക്ക് എത്തണമെങ്കിൽ ലബനനിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്ന്. തുടർന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ മയപ്പെടുത്തിക്കൊണ്ട് ഒരു കരാറിലേക്ക്, സമാധാന കരാറിലേക്ക് ഇസ്രയേലിനെയും ലബനനെയും കൊണ്ടെത്തിച്ചത്. എന്നാൽ ഒരു തരത്തിലും ഈ സമാധാന കരാർ അംഗീകരിക്കില്ല എന്ന് IDF വ്യക്തമാക്കിയിരുന്നു. അതായത് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു. പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും പ്രഖ്യാപിച്ചത് യുദ്ധം തന്നെ എന്നായിരുന്നു. എന്നാൽ ട്രംപിന്റെ നിരന്തര ശ്രമത്തിന്റെ ഫലമായി ബെഞ്ചമിൻ നെതന്യാഹു സമാധാന കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഇതോടെ ലബനനും ഇസ്രയേലും തമ്മിൽ ഒരു സമാധാനത്തിലേക്ക് എത്തിയെന്ന് പ്രദേശം മുഴുവൻ, അതായത് പശ്ചിമേഷ്യ ഒന്ന് ശാന്തമായതായിരുന്നു. ഇതിനുശേഷമായിരുന്നു അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്കായി സ്വിറ്റ്സർലൻഡിലേക്ക് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പോയത്. തൊട്ടു പിന്നാലെ വലിയ ആക്രമണമാണ് ലബനനിൽ ഇസ്രയേൽ നടത്തിയിരിക്കുന്നത്. ഇസ്രയേൽ വ്യക്തമാക്കുന്നത് തങ്ങളുടെ പ്രദേശത്ത് നിന്ന്, അതായത് ഹിസ്ബുള്ളയ്ക്ക് കടന്നു വരാൻ അനുവാദമില്ലാത്ത തങ്ങളുടെ പ്രദേശത്തേക്ക് ഹിസ്ബുള്ളകൾ കടന്നു കയറിയത് കൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ്. എന്നാൽ ഇസ്രയേൽ കയറിയടിക്കുകയായിരുന്നുവെന്ന് ഹിസ്ബുള്ളയും വ്യക്തമാക്കുന്നു. എന്തായാലും അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉണ്ടായ കരാർ ആണെങ്കിലും തങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ ഞങ്ങൾ ആക്രമണം എന്ന രീതിയിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ആക്രമണത്തിലൂടെ ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും കടുത്ത ആക്രമണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ നടക്കാനിരിക്കുന്ന അമേരിക്ക ഇറാൻ സമാധാന ചർച്ച പാളുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ പശ്ചിമേഷ്യ. ഇസ്രയേൽ, ലബനൻ, ഇറാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളും സംഘടനകളും തമ്മിലുള്ള സംഘർഷം ഓരോ ദിവസവും പുതിയ വഴിത്തിരിവുകളിലേക്ക് നീങ്ങുകയാണ്. ഒരു ഭാഗത്ത് ലബനനിലെ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ലബനന്റെ തെക്കൻ ഭാഗങ്ങളിൽ ആക്രമണങ്ങളും തിരിച്ചടികളും തുടരുന്നതായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഹിസ്ബുള്ളകൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശം നോക്കിയാണ്. ഹിസ്ബുള്ളകളെ കത്തിക്കുന്ന ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത്. മറുവശത്ത് ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി അമേരിക്കയും ഇസ്രയേലും ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയുമാണ്. ഈ സംഭവങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ചെറിയൊരു ഏറ്റുമുട്ടൽ പോലും വലിയ യുദ്ധത്തിലേക്ക് കലാശിക്കും എന്നുള്ളതാണ് അവസ്ഥ. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇസ്രയേൽ ഇപ്പോൾ ലബനനിലേക്ക് അതിമാരക ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അറിവോടെ ആയിരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതായത് IDFും അതുപോലെ തന്നെ ഇസ്രയേലിലെ സൈന്യവും കൂടാതെ തീവ്ര വലതുപക്ഷക്കാരും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സും ഒക്കെ യുദ്ധം തന്നെ എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് ട്രംപ് നെതന്യാഹുവിനെ കൊണ്ട് സമാധാന കരാറിൽ ഒപ്പുവെപ്പിച്ചത്. ഇത് തങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ടാണ് അതിമാരക ആക്രമണം ഇസ്രയേൽ നടത്തിയിരിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെയുണ്ടായ വ്യോമാക്രമണങ്ങളിലും ഡ്രോൺ ആക്രമണങ്ങളിലും 4 ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രയേൽ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി വ്യാപക വ്യോമാക്രമണം നടത്തിയതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനു പിന്നാലെ ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ 47-ലധികം ലബനൻ പൗരന്മാർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന വിവരം പുറത്തുവരുന്നു. ഈ പോര് മൂർച്ഛിക്കുന്നതിനിടെയാണ് US ഖത്തർ ഇടപെടലിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. വെള്ളിയാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 4 മണിയോടെയായിരുന്നു USഉം ഖത്തറും മധ്യസ്ഥത വഹിച്ച വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. എന്നാൽ ഏതാനും മണിക്കൂറുകൾ തന്നെ തെക്കൻ ലബനനിലെ നബാദിയ മേഖലയിൽ ഇസ്രയേൽ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും വീണ്ടും ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. അറബ് സലീം നഗരത്തിലുണ്ടായ വ്യോമാക്രമണത്തിലാണ് 5 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മേഖലയിലെ നിരവധി ജനവാസ കേന്ദ്രങ്ങൾക്കും വീടുകൾക്കും നേരെ ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയതായും പുലർച്ചെ മുതൽ നബാദിയയിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ ഷെല്ലാക്രമണം തുടരുന്നതായും ലബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ എതിർത്തുകൊണ്ട് ഹിസ്ബുള്ള രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇസ്രയേൽ സൈന്യം ലബനൻ മണ്ണിൽ നിലനിൽക്കുന്നിടത്തോളം കാലം എല്ലാ വെടിനിർത്തലും ഉപയോഗശൂന്യമാണെന്ന് മുതിർന്ന ഹിസ്ബുള്ള നേതാവ് അലി ഫയാദ് പ്രതികരിച്ചു. അവരുടെ നിലപാട് വ്യക്തവും വിട്ടുവീഴ്ചയില്ലാത്തതാണെന്നും ആക്രമണങ്ങളും ലക്ഷ്യമിടലും തുടർന്നാൽ വെടിനിർത്തൽ അർത്ഥശൂന്യമാകുമെന്നും ഹിസ്ബുള്ള
വ്യക്തമാക്കി. സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം പൂർണ്ണമായും നിയമാനുസൃതമാണെന്നും അതിലൊരു ചർച്ചയും സാധ്യമല്ലെന്നും ഇപ്പോൾ ഹിസ്ബുള്ള നേതാവ് പറയുന്നു. ഇറാന്റെ പിന്തുണയെക്കുറിച്ച് പരാമർശിച്ച ഫയാദ് ലെബനന് ലഭിക്കുന്ന സൈനിക നയതന്ത്ര പിന്തുണ തുടരുമെന്നും ഇത് ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നും പറഞ്ഞു. ഈ സാഹചര്യം ഭാവിയിൽ ഇസ്രയേലിനെ ലെബനനിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരാക്കുമെന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള വാദിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു തരത്തിലും ഞങ്ങളും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് ഹിസ്ബുള്ളയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇരു കൂട്ടരും തമ്മിലുള്ള വാക്പോര് ഇപ്പോൾ ആക്രമണത്തിലേക്ക് കൂടി കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. ഇതെല്ലാം ബാധിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളെയാണ്. എങ്ങനെയെങ്കിലും ഒരു ചർച്ചയിൽ ഇറാനെ കൊണ്ടിടുക എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം. കാരണം ഇനിയും യുദ്ധമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് പറ്റുന്ന ഒരു സാഹചര്യവുമല്ല അമേരിക്കയ്ക്കുള്ളത്. അമേരിക്ക ഒരു ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ ഇസ്രയേൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തുകയോ ചെയ്താൽ ഇറാൻ തിരിച്ചടിക്കുന്നത് അറബ് രാജ്യങ്ങളിലേക്കാണ്. അറബ് രാജ്യങ്ങൾ കടുത്ത അതൃപ്തി അമേരിക്കയോട് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് സമാധാനം പുലരുക എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിന്റെ വാക്ക് പോലും കേൾക്കാതെ ഇറാനുമായി തിടുക്കപ്പെട്ടുള്ള ഒരു ചർച്ചയ്ക്ക്, ഒരു സമാധാന ഉടമ്പടിയിലേക്ക് എത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഇസ്രയേൽ ഇതിനോട് കടുത്ത എതിർപ്പിലാണ് നിൽക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദം കാരണമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഈ സമാധാന കരാറിലേക്ക് പോലും ഒപ്പുവെക്കാൻ തയ്യാറായത്. എന്നാൽ ഹിസ്ബുള്ളയാണ് വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ആക്രമണത്തിന് തങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്നതെന്നാണ് ഇസ്രയേൽ പറയുന്നത്. കാരണം തങ്ങളുടെ മേഖലകളിൽ നിന്ന് ഹിസ്ബുള്ള കടന്നു പോകുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ആവശ്യം. എന്നാൽ ഇപ്പോഴും ഇസ്രയേലിൻ്റെ അധീനതയിലുള്ള പല മേഖലകളിലേക്കും കടന്നു കയറാൻ ഹിസ്ബുള്ള തയ്യാറെടുക്കുകയാണെന്നും അത് ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നും അതിശക്തമായ ആക്രമണം നടത്തുമെന്നും ഇസ്രയേൽ പ്രഖ്യാപിക്കുന്നത്. ഇരു കൂട്ടരും തമ്മിൽ അതിശക്തമായ വാക്പോരിലേക്കും തുടർന്ന് ആക്രമണത്തിലേക്കും എത്തിയതോടെ പ്രദേശം മുഴുവൻ ഇപ്പോൾ വലിയ സംഘർഷഭരിതമായിരിക്കുകയാണ്. ഇതിനിടയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ലോകരാജ്യത്തിൻ്റെ ഒരു ആവശ്യമാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സമാധാന കരാറിലേക്ക് എത്തുക എന്നുള്ളത്. അല്ലെങ്കിൽ വീണ്ടും ഹോർമുസ് അടച്ചിട്ടുകൊണ്ട് അതിമാരക ആക്രമണത്തിന് ഇറാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ലോകം വലിയ പ്രതിസന്ധിയിലേക്ക് വീഴും. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇസ്രയേലിനോട് കലിയിളകി നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു സമാധാന ചർച്ചയിലേക്ക് ഇറാനെ കൊണ്ടെത്തിക്കാൻ നോക്കുമ്പോൾ എല്ലാം തകിടം മറിക്കുന്നത് ഇസ്രയേലാണെന്നും ഇനി ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക വെല്ലുവിളിക്കുന്നു. എന്നാൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സും ഇസ്രയേലിലെ കടുത്ത ജൂത വിഭാഗവും അമേരിക്കയെ തള്ളിപ്പറയുകയാണ്. ഞങ്ങൾ അമേരിക്കയെ കണ്ടുകൊണ്ടല്ല യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതെന്നും ഞങ്ങൾക്ക് അമേരിക്കൻ സഹായം ആവശ്യമില്ല എന്നും സ്വന്തം നിലയ്ക്കാണ് ഈ രാജ്യം ശത്രുക്കളോട് പൊരുതിക്കൊണ്ടിരിക്കുന്നതെന്നും ഇനിയും അത് തുടരുമെന്നും ആയുധം താഴെ വയ്ക്കാൻ ഉദ്ദേശമില്ലെന്നുമാണ് ഇസ്രയേൽ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധി അതിരൂക്ഷമാകുകയാണ്. ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇറാനെയും അവരുടെ പ്രോക്സികളെയും അടിച്ചില്ലാതാക്കുക എന്നുള്ളതാണ്. ഇറാന്റെ പ്രോക്സികളിൽ ഏറ്റവും റിബലായിട്ടുള്ള സംഘം ഹിസ്ബുള്ളയാണ്. ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിക്ക് ഏറ്റവും വലിയ സുരക്ഷാ വെല്ലുവിളിയായി കണക്കാക്കപ്പെടുന്ന സംഘടനയാണ് ഹിസ്ബുള്ള. 1980കളിൽ രൂപം കൊണ്ട ഈ സംഘടനയ്ക്ക് ഇറാന്റെ ശക്തമായ പിന്തുണയുണ്ടെന്ന് ഇസ്രയേലും അമേരിക്കയും ആരോപിക്കുന്നത്. 2006 ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ നടന്ന യുദ്ധം 1 മാസം നീണ്ടു നിന്നിരുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ആ യുദ്ധത്തിൽ ഓർമ്മകൾ ഇപ്പോഴും ലെബനൻ ജനതയെ ഭയപ്പെടുത്തുന്നതാണ്. ഹിസ്ബുള്ളയെ അടിച്ചില്ലാതാക്കി അവർ ആയുധം താഴെ വയ്ക്കുന്നതുവരെ, അവർ ദുർബലരാകുന്നതുവരെ ആക്രമണം നടത്തും എന്ന് തന്നെയാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.